എടുത്തത്. സാരമില്ല കേട്ടോ. കൂട്ടുകാരിയുണ്ട് ലക്ഷ്മിക്കുട്ടി. അന്നക്കുട്ടി തന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അങ്ങനെ എല്ലാം പറയുമായിരുന്നു. നമുക്ക് ആ ലക്ഷ്മിക്കുട്ടിയൊന്ന് കണ്ടാലോ? അതെ, നിന്നെ അടിച്ചപ്പോ നീ എന്താണ് പറയാതിരുന്നത്? എനിക്ക് ദേഷ്യം വന്നു. ഞാനാണെങ്കിൽ ഒട്ടടി കൊടുത്തു. നീ അങ്ങനെ പറയരുത്. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ, നമുക്ക് ക്ഷമിക്കാം. നീ ഒരു പുണ്യവതി തന്നെയാണ്. നമുക്ക് പോകാം. അന്നക്കുട്ടി വളർന്നു. അൽഫോൺസാമയായി. വളരെ കാലത്തെ സിസ്റ്റർ അൽഫോൺസ. മോള് എനിക്കിത്തി വെള്ളം ചൂടാക്കി തരുമോ? ഓ പിന്നെ, എനിക്കൊരു 100 കൊണ്ട പണിയുണ്ട്. അപ്പോഴല്ലേ നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി തരുന്നേ. ഒരു കൊണ്ടാണ് പോയേ. അങ്ങനെ പറയല്ലേ, എനിക്ക് വയ്യാനിട്ടാണ്. ഓ, ഒരു നാട്യക്കാരി. എപ്പോഴും അസുഖമാ. എന്റെ ഈശോയെ, ഈ വേദനകളെല്ലാം വലിയ കുരിശിലേക്ക് ചേർത്ത് വെക്കുന്നു. നാഥ, ശക്തി തരണമേ. ഓരോരോ രോഗങ്ങളാലും വേദനകളാലും അൽഫോൺസ തന്റെ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അവൾ കാത്തിരുന്ന ആ നല്ല ദിവസം വന്നു ചേർന്നു. അമ്മേ, അമ്മേ, എനിക്ക് വയ്യ, എനിക്ക് ശക്തി തരൂ. സഹോദരിമാരെ, എന്നെ നല്ല ഉടുപ്പണിക്കൂ. ഞാൻ പോകട്ടെ. ഇതാ മാതാവും ഈശോയും ഔസേപ്പും എത്തി. എന്നെ കൊണ്ടുപോകുക. ഞാൻ എന്റെ സഹനബലി പൂർത്തിയാക്കി. അമ്മേ, അൽഫോൺസാമ്മേ, ഞങ്ങൾക്ക് നാളെ പരീക്ഷയാ. പ്രാർത്ഥിക്കാൻ